ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് എങ്ങനെയാണ് റീവാലുവേഷന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ SLC റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞു. എല്ലാവർക്കും A+ കിട്ടിയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ A+ കിട്ടാത്തവർക്ക് അതുപോലെ 8+ അതുപോലെ 7+ അങ്ങനെയുള്ളവർ എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടിയിരുന്നെങ്കിൽ, അതായത് ഞാൻ നന്നായി പരീക്ഷ എഴുതിയിട്ടുണ്ട്, അപ്പോൾ എനിക്ക് ഫുൾ A+ കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ തോന്നുന്ന ആളുകൾക്ക് റീവാലുവേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പായി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ റീവാലുവേഷൻ SSLC 2024 എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിതുപോലെ ഗവൺമെൻറ് ഓഫ് കേരള എക്സാംസ് SSLC പോർട്ടൽ എന്നൊരു വെബ്സൈറ്റ് കാണാൻ സാധിക്കും. ആദ്യം കാണുന്ന ലിങ്കാണ്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കിതുപോലെ പുതിയൊരു പേജ് തുറന്നു വരും. ഇവിടെ ആദ്യം കാണുന്ന റീവാലുവേഷൻ ഫോട്ടോഗ്രാഫി സ്ക്രൂട്ടനി എന്നുള്ള ആ ഒരു ഭാഗത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ എന്നുള്ള ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിതുപോലെ പുതിയൊരു പേജ് തുറന്നു വരും. ഇവിടെ ആദ്യം കാണുന്ന ഭാഗത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതിന് തൊട്ട് താഴെയായിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കലണ്ടർ ഓപ്പണായി വരുന്നതാണ്. അതിൽ നിന്നും നിങ്ങളുടെ ഇയർ സെലക്ട് ചെയ്യുക ആദ്യം. അതിനുശേഷം മന്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം അവിടെ കാണുന്ന OK ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ പേര്, അതുപോലെ ഏത് സെൻറ്ററിലാണ് നിങ്ങൾ പരീക്ഷ എഴുതിയത്, അതുപോലെ നിങ്ങളുടെ സ്കൂള്, നിങ്ങൾ ഏത് മീഡിയമാണ് പഠിച്ചത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസുകളൊക്കെ ഓട്ടോമാറ്റിക്കായി വന്നിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് റിവാലുവേഷൻ ചെയ്യേണ്ടത്, ആ ഒരു സബ്ജക്റ്റ് ഇവിടെ നിന്നും സെലക്ട് ചെയ്യണം. അതിന് നേരെ കാണുന്ന ആ ഒരു ചെക്ക് ബോക്സ് കാണാം, അതിൽ ടിക്ക് ചെയ്യണം. ആദ്യത്തെ കാണുന്നത് റീവാലുവേഷനാണ്, രണ്ടാമത് കാണുന്നത് ഫോട്ടോഗ്രാഫി, മൂന്നാമത് കാണുന്നത് സ്ക്രൂട്ടനി. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് റീവാലുവേഷനാണ്. അതായത് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് വേണ്ടത്, ആ ഒരു സബ്ജക്റ്റ് നേരെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ അതിൻ്റെ എമൗണ്ട് താഴെ വന്നിരിക്കുന്നത് കാണാം. അതിനുശേഷം നിങ്ങൾക്ക് ഓരോ ചെക്ക് ബോക്സിലും ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എത്ര എമൗണ്ടാണ് അതിന് ഫീസായിട്ട് ഈടാക്കുന്നത് എന്നെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ എമൗണ്ട്. ഞാനിവിടെ റീവാലുവേഷൻ എന്നുള്ള ആ ഒരു ചെക്ക് ബോക്സ് മാത്രമാണ് ടിക്ക് ചെയ്യുന്നത്. ആദ്യം കാണുന്ന ചെക്ക് ബോക്സാണ്, അതിൽ ക്ലിക്ക് ചെയ്ത് താഴെയുള്ള സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പോപ്പപ്പ് ഓപ്പണായി വരും. അവിടെ OK ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇതുപോലെ പുതിയൊരു പേജ് തുറന്നു വരും. ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ പേര്, അതുപോലെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഏത് സബ്ജക്റ്റാണ് നിങ്ങൾ വാല്യുവേഷൻ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്, ആ ഒരു സബ്ജക്റ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതെല്ലാം OK ആണെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്. ഞാനിവിടെ ഫൈനൽ കൺഫർമേഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുകയാണ്. ശേഷം OK ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കണം. അതിനുവേണ്ടി ഗെറ്റ് ഫൈനൽ പ്രിൻ്റ് ഔട്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിതുപോലെ ഒരു ഡൗൺലോഡ് ലിങ്ക് ഓപ്പണായി വരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് PDF ആയിട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് അത് സേവ് ആകുന്നതാണ്. അതിനുശേഷം അത് ഇവിടുന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടാണിത്. ഇതിൽ നിങ്ങളുടെ അതായത് കുട്ടിയുടെ സിഗ്നേച്ചർ, അതുപോലെ രക്ഷിതാവിൻ്റെ സിഗ്നേച്ചറും രണ്ടും ഇട്ടതിന് ശേഷം നിങ്ങളുടെ സ്കൂളിൽ കൊണ്ടുപോയി ഇത് സമർപ്പിക്കണം, ഹെഡ് മാസ്റ്റർ എടുത്ത് കൊടുക്കണം. അപ്പോൾ OK ഫ്രണ്ട്സ്, ഈ രീതിയിലാണ് എക്സാം റീവാലുവേഷൻ അപേക്ഷ സമർപ്പിക്കേണ്ടത്. നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിലും നല്ലൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.